ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു വീക്കെൻഡിലെ ഈവനിങ് ടു നൈറ്റ് റുട്ടീനായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മയോണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മെഷീനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഒരു കുക്കർ മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് നൈറ്റിലേക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇവിടെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റൈസ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മല്ലി ഇട്ട് കൊടുക്കുക, അതുപോലെ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ റൈസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ചിക്കനാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കുക്കറിൽ ചിക്കൻ വെച്ച് നന്നായി സെറ്റ് ചെയ്തിട്ട് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കുന്ന സ്പൈസസ് ആണ് കുറച്ച് കുരുമുളകും പട്ടയൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ 2 മാഗി ക്യൂബ്. ഞാൻ ഇവിടെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ 4 പീസ് ചിക്കനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനത് കറക്റ്റാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചതച്ചത്. പിന്നെ ഞാൻ ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നല്ലോണം ഈ ചിക്കന് നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം കൂടിയിട്ട് ചിക്കൻമേൽ നല്ലോണം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മന്തി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൈസ് ഇപ്പോൾ ഹാഫ് കുക്കാണ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൈസൊക്കെ ഇവിടെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ യെല്ലോ കളറും അതുപോലെ റെഡ് കളറും ആണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം ഇതുപോലെ കുറച്ചൊരു 5-6 പച്ചമുളക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മന്തി വെക്കാനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം. ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫാക്കിയിടണം. ഒരു വിസിലാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ കുക്കർ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും റൈസൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ചിക്കനും. പിന്നെ എനിക്കാണെങ്കിലും പൊതുവെ ബിരിയാണിനേക്കാളൊക്കെ കുറച്ചുകൂടി ഇഷ്ടം മന്തി കഴിക്കാനാണ്. മോൾക്കാണെങ്കിലും അങ്ങനെ തന്നെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുത്ത് തന്നെയുള്ള അൽനാഹദ പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസാണ് അൽനാഹദ പാർക്കിലേക്ക്. അപ്പോൾ മോൾക്കൊരു എൻ്റർടൈനും കൂടി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് പുറത്തൊക്കെ നല്ല ചൂടിനൊക്കെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടും കൂടിയാണ് ഇന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോയതൊരു ഹോട്ടലിലേക്കായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.